അമ്മയുടെ 80ാം പിറന്നാൾ പ്രമാണിച്ച് ഇവിടെ നമ്മൾക്ക് തത്വപരമായ ഒരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് ശ്രീ ഒറവങ്കര അച്യുതൻ നമ്പൂതിരിപ്പാട് അവர்கள் സപ്താഹാചാര്യനാണ്. ഭാഗവത സപ്താഹങ്ങൾ വളരെയേറെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം, സത്സംഗ പ്രഭാഷണം ആദ്യം ആരംഭിക്കുകയാണ്. അതിനു മുമ്പായിട്ട് അമ്മയെ വിളിച്ചിട്ട് ഈ ദീപം കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ചടങ്ങ് നിർവഹിക്കേണ്ടതുണ്ട്. രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതാ രാക്ഷസാന്തകം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഈ കർക്കിടമാസം എത്രയോ പുണ്യസ്ഥലങ്ങളിൽ രാമായണ മാസമായിട്ട് ആഘോഷിക്കുന്നു. എല്ലാവർക്കും അറിയാം. പുണ്യക്ഷേത്രങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലായിട്ടും രാമായണം, പാരായണം, പ്രഭാഷണം ഇതെല്ലാം ഒരു സത്സംഗത്തിൻ്റെ ഒരു വലിയൊരു മാസമാണ് ഈ കർക്കിടക മാസം. മറ്റൊരു സന്ദർഭം മണ്ഡലക്കാലത്താണ് 41 ദിവസം. ഇതുപോലെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ കർക്കിടക മാസത്തിലും എല്ലാ ക്ഷേത്രങ്ങളിലുമുണ്ട്. എത്രയോ 1000 വർഷങ്ങൾ മുമ്പാണല്ലോ രാമായണം നിർമ്മിച്ചിരിക്കുന്നത്. എത്ര കാലം ഈ രാമായണത്തിന് പ്രസക്തി ഉണ്ടാവുന്ന ബ്രഹ്മദേവൻ വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുന്ന രംഗമുണ്ട്. വാൽമീകിയുടെ രാമായണത്തിൽ ആദ്യമായിട്ട് രാമകഥ പാടിയത് വാൽമീകിയാണ്. അത്രയും വലിയ തപസ്സൊക്കെ ചെയ്താലേ വലിയ പണ്ഡിതനോ കവിയോ ആവാൻ പറ്റും. ഉപാസന ചെയ്താൽ നമുക്കെല്ലാ സിദ്ധികളും ഉണ്ടാവും. ഒരല്പം അഗ്നി ഉണ്ടെങ്കിൽ, തീയുണ്ടെങ്കിൽ അതിലിങ്ങനെ വിറക് വെച്ചു കൊടുത്താൽ അതിങ്ങനെ എത്ര വേണമെങ്കിലും വലുതാക്കി കൊണ്ടുവരാം.
ഇതുപോലെ മനുഷ്യന് എല്ലാ കഴിവും ബുദ്ധിശക്തി എല്ലാം തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപാസന ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ വർദ്ധിച്ചു വരും. എല്ലാ കഴിവുകളും മനുഷ്യനുണ്ടാവും. അത് വർദ്ധിപ്പിക്കാനാണ്, വളർത്തിക്കൊണ്ടുവരാനാണ് ഇതുപോലെയുള്ള ഉപാസനകൾ, സത്സംഗങ്ങളെല്ലാം നടക്കുന്നത്. എത്ര കാലം ഈ രാമായണത്തിന് പ്രസക്തി ഉണ്ടാവുന്ന ആദി കാവ്യത്തിൽ വാൽമീകിക്ക് ഉപദേശിച്ചു കൊടുക്കണു. ബ്രഹ്മദേവൻ തന്നെ വന്ന് ഉപദേശിച്ചു കൊടുക്കും. അപ്പോൾ അതിൽ പറഞ്ഞു എത്ര കാലം രാമായണം ആൾക്കാർ പഠിക്കും, വായിക്കും. അതിന് പറഞ്ഞു കൊടുക്കുക ബ്രഹ്മദേവൻ, യാവൽ സ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥാ ലോകേഷു പ്രചരിഷ്യതി. ഈ ഭൂമിയിൽ പർവ്വതങ്ങൾ, നദികൾ ഒക്കെ ഉള്ളിടത്തോളം കാലം രാമകഥയ്ക്ക് പ്രസക്തി ഉണ്ടെന്ന. എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? പർവ്വതങ്ങളെല്ലാം ഇല്ലാതായി, നദികളൊക്കെ വറ്റിപ്പോയാൽ പിന്നെ എവിടെ മനുഷ്യനുണ്ടോ? ഭൂമിയിൽ മനുഷ്യവാസമേ ഇല്ലാതാവും. അപ്പോൾ ഭൂമിയിൽ മനുഷ്യവാസമുള്ളിടത്തോളം കാലം രാമായണത്തിന് പ്രസക്തി ഉണ്ടെന്ന് അവിടെ വർണ്ണിച്ചിരിക്കുന്നു. പഴക്കമുണ്ട് ഈ രാമായണത്തിനെന്നാണ്. എത്രയാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എത്രയോ ആയിരങ്ങൾ, പലരും പല അഭിപ്രായങ്ങൾ. അത്രയും വർഷം പഴക്കമുള്ള രാമായണം. അപ്പോൾ അതുപോലെ തന്നെ രാമായണം ആദി കാവ്യമുണ്ട്. മഹാഭാരതം എന്നുള്ള 1.4 ലക്ഷം ശ്ലോകമുള്ള ഒരു വലിയ ഗ്രന്ഥം. മറ്റൊന്ന് ഭാഗവതം. ഈ 3 ഗ്രന്ഥത്തിന് എത്രയാ പ്രസക്തി എന്ന് കണക്കില്ല. ഏതെല്ലാം ഭാഷകളിലാണ് അത് തർജ്ജമ ചെയ്തിരിക്കുന്നത്. 5ാമത്തെ വേദം എന്നൊരു പേര് പോലും ഉണ്ട്. അതിലറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. 1.4 ലക്ഷം ശ്ലോകം, ചിന്തിക്കാൻ പോലും വയ്യാത്ത അത്രയും. നമ്മുടെ വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം ഇതെല്ലാം മഹാഭാരതത്തിലുള്ളതാ. ഭഗവത്ഗീത ഒരു 700 ശ്ലോകങ്ങൾ, ഉപനിഷത്ത്, ഇങ്ങനെ തുടങ്ങി ലോകം. അതിൻ്റെ ശ്ലോകത്തിന്, ഓരോ ശ്ലോകത്തിനും വളരെ അർത്ഥഗൗരവമുണ്ടെന്ന്. എന്താ പുരാണ ഇതിഹാസങ്ങളിൽ പറയുന്നതാണെങ്കിൽ വേദത്തിൻ്റെ സാരം കഥകളിൽ കൂടെ നമ്മുടെ കർത്തവ്യം മനസ്സിലാക്കി തരും. കേൾക്കുമ്പോൾ ഒരു കഥയായിട്ട് തോന്നും. ഒരു കഥ നമുക്ക് ഓർമ്മ നിൽക്കില്ല, മറന്നു പോകും. വലിയ വലിയ തത്വങ്ങൾ പറയുമ്പോൾ നമ്മൾ അതൊക്കെ പഠിച്ചാൽ മാത്രമേ, കുറേ ഇരുന്ന് പഠിച്ചാലേ അതൊക്കെ ഓർമ്മ നിർമ്മിക്കേണ്ടതെന്ന്. എന്തെല്ലാം കഥകൾ വേണം. അങ്ങനെയാണല്ലോ ഒരാളൊരു കാര്യം നിർമ്മിക്കുമ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലാദ്യം ചിന്തിക്കും. ഉള്ളിലാദ്യം ചിന്തിച്ചതിന് ശേഷമാണ് ബുദ്ധിമാന്മാരെ പ്രവർത്തിക്കുക. വ്യാസഭഗവാൻ ഉള്ളിൽ ചിന്തിച്ചു, ഇങ്ങനെ 18 പർവ്വങ്ങളിലായി, ഇത്രയും അധ്യായങ്ങളിലായി ഇന്ന ഗ്രന്ഥം നിർമ്മിക്കണം. ഇത്ര ചിന്തിച്ചു കഴിഞ്ഞു. പക്ഷേ ചിന്തിച്ചിട്ട് കാര്യമില്ല, അത് എഴുതിയെടുക്കാൻ ഒരാൾ വേണം. സാധാരണക്കാർക്കൊന്നും എഴുതിയെടുക്കാൻ പറ്റില്ല. 10 അക്ഷരം എഴുതുന്നുണ്ടെങ്കിൽ തന്നെ തെറ്റ് വരുത്തും. നമ്മൾ ഗ്രന്ഥങ്ങളിൽ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ അത് തെറ്റി പിന്നെ വായിക്കും. അപ്പോൾ അത് കൂടാതിരിക്കാൻ ധർമ്മശാസ്ത്ര ഗ്രന്ഥമാകുമ്പോൾ തെറ്റുകൂടാതെ ജനങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ച്, വേദം പോലെ അക്ഷര മാറ്റം കൂടാതെ പഠിക്കണം എന്ന് വിചാരിച്ച് എഴുതിയെടുക്കാൻ, തെറ്റുകൂടാതെ എഴുതിയെടുക്കാൻ ഭഗവാനെ സ്മരിച്ചു എന്നാ. ഗണപതി ഭഗവാനെ തന്നെ ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി എന്നാണ് അതിൽ പറഞ്ഞേക്കണേ. വ്യാസഭഗവാന്റെ അടുക്ക ചോദിച്ചു, ഇത് എന്തിനാ അങ്ങ് സ്മരിച്ചത്? അവ പറഞ്ഞു, ഈ മഹാഭാരതം ഒന്ന് പകർത്തിയെടുക്കണം തെറ്റുകൂടാതെ. ശരി, ഞാൻ പകർത്തി തരാമെന്ന്. മുഴുവൻ പകർത്തി തരാം, 1.4 ലക്ഷം ശ്ലോകം. ആരെന്ന് ചോദിച്ചാൽ ആലസ്യം വേണമെന്നാണ്. നല്ല ഉത്സാഹത്തോടു കൂടി ഇരുന്നാൽ എല്ലാം ഉണ്ടാവും. ഉത്സാഹശൂന്യന്മാരൊക്കെ ഒന്നും ഉണ്ടാവില്ല. ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാൻ രിപുഹു. നമ്മുടെ ശരീരത്തിലുള്ള വലിയ ശത്രുവാണ് ആലസ്യം എന്നാണ്. ഒന്നും ചെയ്യാൻ അവർ സമ്മതിക്കില്ല. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലത്. കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാനൊക്കെ സൗകര്യം. പക്ഷെ അലസത കാരണം ആരും അത് ചെയ്യില്ല. അലസന്മാർക്ക് എന്താ നേടാൻ പറ്റുക? ഒന്നും നേടാൻ പറ്റില്ല. നല്ല ഉദ്യമശീലന്മാരാണെങ്കിൽ ബുദ്ധിശക്തി കുറച്ച് കുറഞ്ഞാലും ഉയർന്ന പദവിയിലെത്താൻ പറ്റും. എഴുതി തുടങ്ങിയാൽ മുഴുവൻ തീർന്നിട്ടേ ആ എഴുത്താണി താഴെ വയ്ക്കുള്ളൂ, എഴുതാനുള്ള ഉപകരണം താഴെ വയ്ക്കുള്ളൂ. നിരന്തരമായിട്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. വ്യാസഭഗവാന്റെ അടുക്കെ ഗണപതി വച്ച ഒരു വ്യവസ്ഥയാണ്.
ഭഗവാൻ എന്ത് പറഞ്ഞു? അപ്പം തിരിച്ചും ഒരു വ്യവസ്ഥ വെച്ചു. ഞാൻ പറയണതൊക്കെ അങ്ങ് അർത്ഥം മനസ്സിലാക്കി വേണം എഴുതാന്ന് പറഞ്ഞു. 100 കണക്കിന് ശ്ലോകങ്ങൾ നിർമ്മിക്കുന്ന. എന്താ കഥയുടെ താല്പര്യം? ഗണപതി ഭഗവാന് മഹാഭാരതത്തിലെ ശ്ലോകം കേട്ടാൽ അർത്ഥം മനസ്സിലാവില്ല എന്നല്ലല്ലോ, അത്രയ്ക്ക് അർത്ഥഗൗരവം ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ്. ഇതാ ഈ കഥയുടെ ഒരു പ്രത്യേകത. 100 വാക്യം കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം ചെറിയ ഒരു കഥയ്ക്ക് അതിന് അത്രയും ശക്തി. ഒരു ചെറിയ കഥ കേൾക്കുമ്പോഴേക്കും ആ കാര്യം മുഴുവൻ മനസ്സിലാവും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് വേദസാരങ്ങൾ മനുഷ്യൻ്റെ കർത്തവ്യം, എങ്ങനെ മനുഷ്യൻ ജീവിക്കണം, എങ്ങനെയായാലാണ് മനുഷ്യനെല്ലാം നന്മ ഉണ്ടാവുക, മനുഷ്യജന്മം സഫലമാവുക, മനസ്സിന് ഒരു നല്ല ശാന്തി കിട്ടുകയെന്ന് പറഞ്ഞു തരും. കൂടിയും കാശിക്ക് പോയി എന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. കഥ കേൾക്കാന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിക്കും വലിയ ആൾക്കൊക്കെ വലിയ താല്പര്യം. എന്നിട്ട് എന്തുണ്ടായെന്ന് ചോദിച്ചു. അങ്ങനെ പോണ വഴിക്ക് കുറെ കഴിഞ്ഞപ്പോൾ വലിയ കാറ്റ് വന്നു. കാറ്റ് വന്നപ്പോൾ ഇലയ്ക്ക് വലിയ ഭയമല്ലേ, ഇല പറന്നു പോവാതിരിക്കാൻ മൺകട്ട അതിൻ്റെ മീതെ കയറി ഇരുന്നു. അപ്പൊ കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. കുറേ കൂടിയും സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ കാറ്റൊന്നുമില്ല, വലിയ മഴ വന്നു. മഴ വന്നപ്പോഴോ മഴ കൊള്ളാതിരിക്കാൻ ഈ ഇല കൊട പിടിക്കുന്ന പോലെ മൺകട്ടയുടെ മീതെ കയറിയിരുന്നു. പരുഷമായിട്ടുള്ള വാക്കുകൊണ്ടും ധർമ്മം വിട്ടുള്ള പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വല്ലാതെ ദ്രോഹിക്കുന്നവൻ രാവണൻ. അപ്പോ എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, ഇത് പഠിപ്പിക്കാനാണല്ലോ. ഏത് ഇതിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ. സന്ദീപിനി എത്രയോ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് മാതൃകയായിട്ട് ജീവിക്കാനാണ് ഭഗവാന്റെ ഗുരുകുലവാസം. അപ്പൊ ഇങ്ങനെയുള്ള സജ്ജനങ്ങൾ എന്താ പ്രാർത്ഥിക്കുക? മഹാത്മാക്കൾ എന്ത് പ്രാർത്ഥിക്കും? സത്സംഗത്തിന് അവസരം കിട്ടണേ. സജ്ജനങ്ങൾ ഒന്നിച്ചു കൂടിയിരുന്ന് നല്ല നല്ല കാര്യങ്ങൾ മാത്രം പറയുന്നേ ആളുകൾ. വേണ്ടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാത്ത അസ്വസ്ഥമാകും. നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എത്രയാ ഉത്സാഹം മനുഷ്യന് കൂടി വരും. അതുകൊണ്ട് സജ്ജനങ്ങളെ വേണ്ടാത്ത പറയുക, വേണ്ടത് മാത്രം ഉദ്ദേശിച്ചത്. ഭാഗവതത്തിന്റെ ഒരു സാരസംഗ്രഹമാണല്ലോ 1034 ശ്ലോകമുള്ള നാരായണീയം. 18,000 ശ്ലോകമുള്ള ഭാഗവതത്തിന്റെ ഒരു സാരസംഗ്രഹമാണ് മേൽപ്പത്തൂർ നിർമ്മിച്ച് നാരായണീയം. എല്ലാവർക്കും അറിയാം. 400 ചില്ലാനം വർഷം മുമ്പ് അത് ഒരു ദിവസം കൊണ്ട് പാരായണം ചെയ്യും. സപ്താഹമായിട്ടൊക്കെ ആളുകൾ പാരായണം ചെയ്യും. അതിൽ ആ കൃഷ്ണ അവതാരം നമ്മളിവിടെ വായിച്ചുകൊണ്ട് ഈ സത്സംഗത്തിലൂടെ എല്ലാ മംഗളങ്ങളും ഇവിടെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആ കൃഷ്ണ അവതാരം ഇവിടെ പാരായണം ചെയ്യുമ്പോൾ ഒരു ദിവസം 10 ശ്ലോകങ്ങൾ. സർവത്ര ആ ഒരു ദശകം പാരായണം ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ അനുസ്മരണം നമ്മൾ സമർപ്പിക്കുന്നത്. പിന്നെ മറ്റ് ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കും. എല്ലാ ഭക്തന്മാരും ആനന്ദരൂപ ഭഗവൻ നൈ ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈഃ കാന്തിവ്രജൈവ ഘനാഘനമണ്ഡലയത്യാം ആവൃണ്വതി വിരുചേകില വർഷവേലാം ആശാസു ശീതളതരാസു പയോദതോയൈഃ ആശാസിതാപ്തിവിവശേഷു ച സജ്ജനേഷു നൈഷാകരോദയ വിധൗ നിശി മധ്യമായ ക്ലേശാപഹസ്ത്രജഗതാം ത്വം വിഹാവിരാസീഃ കാഹല്യസ്പൃശാപി വപുഷാ ഗധുഷാ വിഭൂതിഃ ഉദ്യൽക്രീഡകടകാംഗജഹാരഭാസ ശംഖാരി വാരിജഗദാ പരിഭാസിതേന മേഘാസിതേന പൈലേസിതസൂതികേ വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിതകടാക്ഷ വിമോക്ഷഭേദൈഃ തന്മന്ദിരസ്യ ഖലകംസകൃതാമലക്ഷ്മീം ഉന്മാർജയന്നിവ വിരേജിത വാസുദേവ ശൗരിസ്തു ധീരമുനിമണ്ഡലചേതസോപി ദൂരസ്ഥിതം വപുരുദീക്ഷ നിരീക്ഷണാഭ്യാം
ആനന്ദബാഷ്പകുളകോദ്ഗമഗദ്ഗദാർദ്രസ്തുഷ്ടാവ ദൃഷ്ടിമകരന്ധരസംഭവം തം ദേവപ്രസീദ പരപൂരുഷ താപവല്ലീ നിർലൂനിദാത്ര സമനേത്ര കലാവിലാസി ഖേദാനപാകുരു കൃപാകുരുഭിക്കടാക്ഷൈഃ ഇത്യാദിതേന മുദിതേന ചിരം മുതോ ഭൂഃ മാത്രാജനേത്ര സലിലാസ്തൃതഗാത്രവല്യാ സ്തോത്രൈരഭിഷ്ണുതഗുണ കരുണാലയസ്ത്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതുർഗിരാദധിത മാനുഷബാലവേഷം ത്വൽപ്രേരിതസ്തദനു നന്ദതനൂജയാവേ വ്യത്യാസമാരചയിതും സഹിശൂരസൂനു ത്വാം ഹസ്തയോരധൃത ചിത്തവിധാര്യമാർഗൈഃ അംഭോരുഹസ്ഥകളഹംസകിശോരജന്യം ജാതാ പ്രജാ പശുപസത്മനി യോഗനിദ്രാ നിദ്രാ വിമുദ്രിതമഥാവിതപൗരലോകം ത്വൽകിമിഹ ചിത്രമചേതനൈയത് ദ്വാരൈഃ സ്വയം യഘടി സംഘടിതൈഃ സുഗാഢം ശേഷേണ ഭൂരിഭണവാരിതവാരിനാഥ സ്വൈരം പ്രദർശിതപഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമപ്രദസ്ഥേ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ സോയം ത്വമീശ മമ നാശയ രോഗവേഗാൻ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവശാസ്ത്രങ്ങളിലെയും സാരമായിട്ടുള്ള ഭാഗവതം കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശതമിന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി ശതായുഷാ ഹവിഷേമം പുനർദൂഷ്ണ ആഹാരഷദ്വാവിദം പുനരാഗാ പുനർഭവാ സർപ്പാംഗ സർപ്പന്തേ ചക്ഷുസർപ്പമായുശ്ച ദൈവിധം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യन्तു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അദ്ദേഹത്തിന് വളരെ അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അദ്ദേഹത്തിനൊരു ചെറിയ ഉപഹാരം നൽകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൊച്ചുമോളെ
നമസ്കാരം. അമ്മയുടെ ഈ പിറന്നാൾ വേളയിൽ സോപാന സംഗീതം എന്ന പരിപാടിയാണ് ഇവിടെ ഇറങ്ങിയതുണ്ട്. സോപാന സംഗീതം ക്ഷേത്രങ്ങളിൽ പൂജാവേളകളിൽ ക്ഷേത്ര സോപാനത്തിൽ നിന്ന്, അതായത് പടികളുടെ അരികിൽ നിന്ന് പാടുന്ന ദേവീദേവന്മാരുടെ കീർത്തനങ്ങളാണ് സോപാന സംഗീതം. ഇതിനെ കൊട്ടിപ്പാടി സേവ എന്ന് പറയുന്നു. ഇടയ്ക്ക എന്ന വാദ്യം കൊട്ടി പാടുന്ന രീതിയാണ് കൊട്ടിപ്പാടി സേവ അഥവാ സോപാന സംഗീതം. ഇതിൽ ശ്രീ ജയദേവർ എന്ന കവി എഴുതിയ 24 അഷ്ടപദികളും, അത് സംസ്കൃതത്തിലാണ്, അതും സോപാന സംഗീതത്തിൽ ഇൻക്ലൂഡാണ്. സോപാന സംഗീതത്തിൻ്റെ ഉദ്ദേശം ഭക്തിയാണ്. നിൽക്കുന്ന ഡിവോട്ടീസിനെ ഭഗവാനിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ഡ്യൂട്ടിയിലൂടെയാണ് ഒരു സോപാന സംഗീതത്തിന് ചെയ്യുന്നത്. ഓരോ പൂജയ്ക്കും ഓരോ രാഗങ്ങളും കീർത്തനങ്ങളും പ്രത്യേകതയുണ്ട്. പക്ഷേ സ്റ്റേജ് പ്രോഗ്രാമിന് അതൊന്നും കണക്കാക്കാതെ ഭക്തി മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സോപാന സംഗീതത്തിലേക്ക് കിടക്കുന്നു. അമ്മയ്ക്ക് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് സോപാന സംഗീതത്തിലേക്ക് കിടക്കുന്നു. ഗണപതി മാം പാലയ ദേവ, ഗണപതി മാം പാലയ ദേവ, ഗൗരി തനയ പാലയ പാലയ ഗണപതി മാം പാലയ ദേവ, ഗൗരി തനയ പാലയ പാലയ ഗണപതി. കളവാണി സരസ്വതി കരുണയോടടിയന്റെ, കളവാണി സരസ്വതി കരുണയോടടിയന്റെ, കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ. കളവാണി സരസ്വതി കരുണയോടടിയന്റെ, കരളിൽ വന്നുദിക്കുവാൻ പ്രണമിക്കുന്നേ. ഗണപതി മാം പാലയ ദേവ, ഗൗരി തനയ പാലയ പാലയ ഗണപതി.
ശ്രീമുഖി സർവേശ്വരി ശരണം നിപാദപത്മം ശക്തികൾ നൽകൂ ദേവി ശ്രീശൈല സുന്ദരി ചേരാനല്ലൂർ വാഴും ശ്രീദുർഗേ ഭഗവതി വന്നിടാൻ അവിടുത്തെ പാദകുസുമങ്ങൾ ഗണപതി പാലയ ദേവ ഗൗരി തനയ പാലയ പാലയ ഗണപതി സൗരാഷ്ട്ര ഗാനത്തിലുള്ള കീർത്തനമാണ് പാടിയത്. ജഗന്തി ഭഗതി ഭൂഗോളമുക്തിപ്രദേ ദൈത്യം ധാരയതേ ബലിം ചലയതേ ക്ഷത്രക്ഷയം കുർവതേ പൗലസ്ത്യം ജയതേ ഫലം കലയതേ കാരുണ്യമാദന്വദേ മ്ലേച്ഛാമൂർച്ഛയതേ ദശാകൃതി കൃതേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണായ തുഭ്യം നമഃ കൃഷ്ണായ തുഭ്യം നമഃ. ശ്രുതകമലകുച മണ്ഡല കുണ്ടല കൃഷ്ണ ശ്രുതകമലകുച മണ്ഡല കുണ്ടല കൃഷ്ണ കലിതലളിത വനമാല കലിതലളിത വനമാല ജയ ജയ ദേവ ഹരി ജയ ജയ ദേവ ഹരി ദിനമണി മണ്ഡല മണ്ഡല ഭവഖണ്ഡന കൃഷ്ണ കൃഷ്ണ മുനിജനമാനസ ഹംസ കൃഷ്ണ മുനിജനമാനസ
കൃഷ്ണ യദുകുലനളിന ദിനേശ യദുകുലനളിന ദിനേശ ജയ ജയ ദേവ ഹരേ ജയ ജയ ദേവ ഹരേ മധുമുര നരക വിനാശന ഗരുഡാസന കൃഷ്ണ കൃഷ്ണ സുരകുല കേളി നിദാന കൃഷ്ണ ജയ ജയ ദേവ ഹരേ ഹരേ കൃഷ്ണ ജയ ജയ ദേവ ഹരേ അഭിനവ ജലധര സുന്ദര സുന്ദര കൃഷ്ണ അതിസുന്ദര കൃഷ്ണ ഹരേ അഭിനവ ജലധര സുന്ദര ധൃതമന്തര കൃഷ്ണ കൃഷ്ണ ശ്രീമുഖചന്ദ്ര ചകോര കൃഷ്ണ ജയ ജയ ദേവ ഹരേ ഹരേ കൃഷ്ണ ജയ ജയ ദേവ ഹരേ ശ്രീ ജയ ദേവ കവേദം കുരുദേവുദ കൃഷ്ണ കൃഷ്ണ ശ്രീ ജയ ദേവ കവേദം കുരുദേവുദ കൃഷ്ണ കൃഷ്ണ മംഗളമോചന ഗീതമോ കൃഷ്ണ ജയ ജയ ദേവ ഹരേ ഹരേ കൃഷ്ണ ജയ ജയ ദേവ ഹരേ ഹരേ കൃഷ്ണ ജയ ജയ ദേവ ഹരേ കൃഷ്ണ ജയ ജയ ദേവ ഹരേ കൃഷ്ണ കൃഷ്ണ അർദ്ധനാരി സങ്കല്പത്തിലുള്ള കീർത്തനാണ്. രാഗം മധ്യമാവധി. ഭാഗം ഉരുകുഴത്തിരുക്കി ഇടത്തെ ഭാഗം പുരിജട കേട്ടി വടത്തെ ഭാഗം പുരികുഴത്തിരുക്കി ഇടത്തെ ഭാഗം മധ്യ
മതികല ചൂടി വലത്തി ഭാഗം മലനിരത്തിരോഗി ഇടത്തെ ഭാഗം കനൽ മിഴികത്തി വലത്തെ ഭാഗം തൊടുകുറി മിന്നി ഇടത്തെ ഭാഗം ഭസ്മം ചാത്തി വലത്തെ ഭാഗം കളഭാംഗിതമാം ഇടത്തെ ഭാഗം ഭസ്മം ചാത്തി വലത്തെ ഭാഗം കളഭാംഗിതമാം ഇടത്തെ ഭാഗം താണ്ഡവരൂപമോ വലത്തെ ഭാഗമോ ലാസ്യവിലാസിതം ഇടത്തെ ഭാഗം താണ്ഡവരൂപമോ വലത്തെ ഭാഗമോ ലാസ്യവിലാസിതം ഇടത്തെ ഭാഗം ഭൂതഗണങ്ങൾ വലത്തെ ഭാഗം പുത്രഗണേശൻ ഇടത്തെ ഭാഗം ഭൂതഗണങ്ങൾ വലത്തെ ഭാഗം പുത്രഗണേശൻ ഇടത്തെ ഭാഗം വിധിതലമാല വലത്തെ ഭാഗം പുതുമണിമാല ഇടത്തെ ഭാഗം വിധിതലമാല വലത്തെ ഭാഗം പുതുമണിമാല ഇടത്തെ ഭാഗം ഭുജഗശിലംബ വലത്തെ ഭാഗം ഭുജഗശിലംബ വലത്തെ ഭാഗം കനകശിലംബിടത്തെ ഭാഗം ഭുജഗശിലംബ വലത്തെ ഭാഗം കനകശിലംബിടത്തെ
അടിമലരിണ തന്നെ അടിമലരിണ തന്നെ കൃഷ്ണ അടിമലരിണ തന്നെ കൃഷ്ണ അടിമലരിണ തന്നെ കൃഷ്ണ അടിയനൊരവലംബം ഹരേ കൃഷ്ണ അടിമലരിണ തന്നെ കൃഷ്ണ അടിയനൊരവലംബം ഹരേ കൃഷ്ണ അടിമലരിണ അറിയരുതടിയനു ഗുണവും ദോഷവും അറിയരുതടിയനു ഗുണവും ദോഷവും അരുളുക ശുഭമാർഗം കൃഷ്ണ അറിയരുതടിയനു ഗുണവും ദോഷവും അരുളുക ശുഭമാർഗം കൃഷ്ണ അടിമലരിണ തന്നെ കൃഷ്ണ അടിയനൊരവലംബം ഹരേ കൃഷ്ണ അടിമലരിണ തന്നെ പരമദയാ ഭൂനിധി കൃഷ്ണ പരമദയാ ഭൂനിധി കൃഷ്ണ പാലിക്കേണം എല്ലാമേ പരമദയാ ഭൂനിധി കൃഷ്ണ പാലിക്കേണം എല്ലാമേ തിരുവുടനതിനുമേ വടിവേപ്പോഴും തിരുവുടനതിനുമേ വടിവേപ്പോഴും എന്നുടേ ചിത്തേ തോന്നിവേണം തിരുവുടനതിനുമേ വടിവേപ്പോഴും എന്നുടേ ചിത്തേ തോന്നിവേണം അടിമലരിണ തന്നെ കൃഷ്ണ അടിയനൊരവലംബം ഹരേ കൃഷ്ണ അടിമലരിണ തന്നെ കൃഷ്ണ 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 ഹരേ ഏലൂർ ബിജുവിൻ്റെ ഇത്രയും ഭക്തിസാന്ദ്രമായിട്ടുള്ള കീർത്തന ആലാപനം എത്രമാത്രം നിങ്ങൾക്ക് തുല്യമായി തീർന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത്രമാത്രം എനിക്ക് തന്നെ വാക്കുകൊണ്ട് പറയാൻ സാധിക്കില്ല. ഇത് എത്രയും ഭക്തി ചേർന്ന് എത്രയും ഭക്തിഭാവത്തോടു കൂടിയിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. നന്ദി എന്ന് പറഞ്ഞ വാക്കുകളെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും ഒരു എക്സ്പ്രഷൻ അല്ല.
കൈവിടും നോവുകൾ നിണമൊടുങ്ങാത്ത ബലിനിലങ്ങളിൽ